ഓം വിഘ്നേശ്വരായ നമ. നമസ്കാരം. കൊടുങ്കാറ്റ് ആസ്ട്രോയിലേക്ക് സ്വാഗതം. 27 നക്ഷത്ര ഗണങ്ങളിൽ ആദ്യത്തെ നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം. ഇന്ന് ഈ വീഡിയോയിൽ അശ്വതി നക്ഷത്ര ജാതകരുടെ സ്വഭാവ സവിശേഷതകളാണ് ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആത്മവിശ്വാസം വളരെ കൂടിയവരാണ് അശ്വതി നക്ഷത്രക്കാർ. ധൈര്യവും വളരെ കൂടുതലാണ്. എപ്പോഴും പഠിക്കാനും വളരാനും സ്വയം ആഗ്രഹിക്കുന്നവരാണ് അശ്വതി നക്ഷത്രക്കാർ. സ്വന്തം കഴിവുകളിൽ വിശ്വാസം ഉള്ളവരാണ് ഇക്കൂട്ടർ. എന്തും ചെയ്യാൻ കഴിയുമെന്ന് ഇവർ സ്വയം വിശ്വസിക്കുന്നു. അത് തന്നെയാണ് ഇവരുടെ വിജയത്തിന്റെ രഹസ്യവും. അവരുടെ സ്വഭാവത്തെപ്പറ്റി പറഞ്ഞാൽ കുറച്ച് വീതം ആഹാരം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് അശ്വതി നക്ഷത്രക്കാരിലേറെയും. ഭക്ഷണത്തിൽ നിന്ന് അലർജി രോഗത്തിനും ഇവർക്ക് അധികം സാധ്യതകളുണ്ട്. ബാല്യകാലത്ത് ഇവർക്കും ഇവരുടെ അച്ഛനമ്മമാർക്കും വളരെയധികം കഷ്ടപ്പാടായിരിക്കും. എന്നാൽ കൗമാരകാലം ആവുന്നതോടെ ഇവരുടെ അച്ഛനമ്മമാരുടെ കഷ്ടപ്പാടുകൾ മാറുമെങ്കിലും ജാതകരുടെ കഷ്ടകാലം മാറണമെങ്കിൽ ഏകദേശം 30-32 വയസ്സ് കഴിയണം. സാധാരണ രീതിയിൽ 32 വയസ്സിന് ശേഷമാണ് ഇവരുടെ ജീവിതം പച്ച പിടിച്ച് കാണുന്നുള്ളൂ. സർക്കാർ ജോലിയും അതുപോലുള്ള ജോലികളും ഒക്കെ കിട്ടാൻ സാധ്യതയുള്ള ഒരു നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം. അസാധാരണമായ ഓർമ്മശക്തി ഉള്ളവരാണ് അശ്വതി നക്ഷത്രക്കാർ. വർഷങ്ങൾ പലത് കഴിഞ്ഞാലും പഴയതൊക്കെ പെട്ടെന്ന് അവർക്ക് ഓർത്തെടുക്കാൻ കഴിയും. ജിംനേഷ്യം, യോഗ ഇവയൊക്കെ ഇവർക്ക് വളരെ ഇഷ്ടമാണ്. അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ എന്നിവയോട് അല്പം പോലും താല്പര്യമില്ലാത്തവരാണ് ഇക്കൂട്ടർ. എന്നാൽ വാർദ്ധക്യം ആവുമ്പോൾ ഭയങ്കരമായ ഭക്തിയിലേക്ക് പോകുന്നതായി കാണുന്നുണ്ട്. ഇവർ ഏറ്റവും കൂടുതൽ ശോഭിക്കുന്നത് ആതുര സേവന രംഗത്താണ്. MBBS, നഴ്സിംഗ്, LLB തുടങ്ങിയ മേഖലകളിൽ ഇവർ നല്ല രീതിയിൽ ശോഭിക്കും. എന്നാലും ബാങ്കിങ് മേഖല, സൈനിക മേഖല, ബിസിനസ് രംഗങ്ങളിൽ ഒക്കെ ഇവർ ഒരുവിധം നല്ല രീതിയിൽ ശോഭിക്കുന്നുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ ശോഭിക്കുന്നത് ആതുര സേവന രംഗത്ത് തന്നെയാണ്. ഈ നക്ഷത്രക്കാർ സത്യസന്ധതയും നീതിനിഷ്ഠയും ഉള്ളവരാണ്. സ്വന്തം ആശയങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നവരാണ് ഇവർ. ഒരു കാര്യവും മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെക്കാറില്ല. സ്വാതന്ത്ര്യം കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഇവർ ആർക്കും വഴങ്ങിക്കൊടുക്കാറില്ല. ആരുടെയും ആജ്ഞാനുവർത്തികളായി ഇരിക്കാനും ഇഷ്ടപ്പെടുന്നില്ല. സ്വന്തം പ്രയത്നത്താൽ പലതും കീഴടക്കും. ത്യാഗ മനോഭാവം വളരെ കൂടുതലാണ്. അടുക്കും ചിട്ടയും ഒക്കെ വേണമെന്ന് തോന്നുമെങ്കിലും സ്വന്തം ജീവിതത്തിൽ അതിന് കഴിയാതെ വരും. അതാണ് ഈ നക്ഷത്രക്കാരുടെ മറ്റൊരു പ്രത്യേകത. വളരെ ബുദ്ധിസാമർഥ്യമുള്ളവരാണ് ഇവർ. സഹോദരങ്ങളുമായി കൂടെ തർക്കത്തിൽ ഏർപ്പെടുക സ്വാഭാവികമാണ്. അലങ്കാര പ്രിയരാണ് ഇവർ. വൃത്തിയായും വെടിപ്പായും ഒക്കെ നടക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഇവർ. സൗന്ദര്യ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ പുലർത്തുന്നവരാണ് അശ്വതി നക്ഷത്രക്കാർ. വീട്ടിൽ വളരെ ദൃഢമായി പെരുമാറുമെങ്കിലും സമൂഹത്തിൽ വളരെ പാവമായി പെരുമാറും. അതാണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത. പരാജയങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാലും ഒരിക്കലും നെഗറ്റീവായി അവർ മാറില്ല. അതാണ് അശ്വതി നക്ഷത്രക്കാർ. പുരുഷന്മാരിൽ അധികവും ഇരുനിറക്കാരാണ്. ഇരുനിറക്കാരാണെങ്കിലും കണ്ണുകൾക്ക് നല്ല തിളക്കമായിരിക്കും. നല്ല ആകർഷണവും ഉണ്ടാവും. ജീവിതത്തിൽ ഏതറ്റം വരെ പോയി വിജയിക്കാൻ ശ്രമിക്കും. സ്വന്തം അഭിപ്രായം രേഖപ്പെടുത്തുമ്പോൾ അവര് മറ്റുള്ളവരുടെ മുഖം നോക്കാറില്ല. പറയാൻ തോന്നുന്ന കാര്യങ്ങൾ അച്ഛനാണെങ്കിൽ കൂടി മുഖത്ത് നോക്കി പറയും. അതാണ് ഈ നക്ഷത്രക്കാരുടെ മറ്റൊരു പ്രത്യേകത. പക്ഷെ ഉള്ളിൽ സ്നേഹമുണ്ട്. ചില സമയങ്ങളിൽ അവർ ചില കാര്യങ്ങൾ ഉള്ളിൽ ഒളിപ്പിക്കും. അവരുടെ ഉള്ളിൽ നമ്മൾ അറിയണമെങ്കിൽ ഏകദേശം 30 വയസ്സ് കഴിയണം. എങ്കിലേ അവരുടെ ഉള്ളിൽ ശരിയായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയൂ. വിവാഹ ജീവിതത്തിൽ പല വിട്ടുവീഴ്ചകളും ചെയ്താൽ മാത്രമേ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനാവൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഏകദേശം 32 വയസ്സ് കഴിഞ്ഞാലേ അവർക്ക് സാമ്പത്തിക ഭദ്രത കൈവരികയുള്ളൂ. ആഡംബരത്തിന് വേണ്ടി ഒരുപാട് പണം ചെലവാക്കുന്നവരാണ് ഇക്കൂട്ടർ. ഈ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ പൊതുവെ ഇതൊക്കെയാണ് സ്വഭാവമെങ്കിലും നല്ല കുടുംബിനികളാണ്. പിന്നെ നല്ല ധനസ്ഥിതി ഉള്ളവരായിരിക്കും ഒട്ടുമിക്ക അശ്വതി നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ. എങ്കിലും സ്വന്തമായി എന്തെങ്കിലും നല്ല ജോലി ചെയ്ത്
സമ്പാദിക്കണം എന്ന് ആഗ്രഹമുള്ളവരാണ് അധികം സ്ത്രീകൾ. ഇക്കൂട്ടത്തിൽ ചിലർക്ക് സ്വന്തമായി ഭക്ഷണം പാചകം ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണെങ്കിലും വളരെ ബുദ്ധിമതികളും ധൈര്യമുള്ളവരും ആയിരിക്കും. മകയിരം, പുണർദം, ചിത്തിര, തൃക്കേട്ട, അനിഴം ഈ നാളുകാരുമായുള്ള എല്ലാ പ്രവർത്തനങ്ങളും വളരെയധികം സൂക്ഷിച്ച് നടത്തേണ്ടതാണ്. ശരിക്കും വാർദ്ധക്യത്തിലാണ് ഇവരുടെ നല്ല കാലം. കൗമാരത്തിലും യൗവനത്തിലും ഇവർ അനുഭവിക്കുന്ന വിഷമതകളും കഷ്ടപ്പാടുകളും ഒക്കെ മാറി നല്ലൊരു ജീവിതം ഇവർക്ക് വരുന്നത് വാർദ്ധക്യത്തിലാണെന്ന് പറയാം. അപ്പോ ഇവർ ശരിക്കും ആത്മീയതയിലേക്ക് പോകുന്നതായി കാണുന്നുണ്ട്. ദൈവഭക്തിയും എല്ലാം വന്ന് നല്ലൊരു ജീവിതം ഇവർക്ക് വാർദ്ധക്യത്തിലാണ് ഉണ്ടായി കാണുന്നത്. ഇവർക്ക് ഏറ്റവും അനുകൂലമായ ദിവസം ചൊവ്വാഴ്ചയാണ്. ഏറ്റവും പ്രതികൂലമായ ദിവസം ബുധനാഴ്ചയുമാണ്. ഇവർക്ക് അനുകൂലമായ നിറം ചുവപ്പ് നിറമാണ് ഇവർക്ക് ഏറ്റവും അനുകൂലമായ നിറം. ഇത്രയുമാണ് അശ്വതി നക്ഷത്രത്തെ പറ്റി ഇപ്പോൾ പറയാനുള്ളത്. ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത നക്ഷത്രത്തിന്റെ വിശേഷങ്ങളുമായി കാണാം.